തൃശ്ശൂർ ആണുങ്ങൾക്കല്ല പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കൂട്ടാൻ പരിപ്പും ചക്കക്കുരും മാങ്ങി. ചക്കക്കുരു അതിലൊരു കഷ്ണം കണ്ടാ ചേട്ടത് കഴിക്കില്ല. ഇത് എന്തായാലും കംപ്ലീറ്റ് നാടൻ രീതിയിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു. ചട്ടിയിലെ പരിപ്പ് വിറകടുപ്പിലൊക്കെ വേവിച്ച് വെക്കുമ്പോഴത്തെ പണ്ടത്തെ ടേസ്റ്റ് വരുമോ നോക്കാം. ഒരു യൂട്യൂബ് ചാനൽ കാരണം കൊണ്ട് വന്ന ഓരോ ബുദ്ധിമുട്ടുകൾ പ്രവാസികൾ ഈ ചാനൽ കാണരുതെന്ന്. ഇത് വെച്ചപ്പോണ്ട നമുക്ക് കയ്യെത്തും ദൂരത്താണ് എല്ലാം. അമ്മ മുരിങ്ങലരെ ആശാത്തിയെ അല്ലെങ്കിൽ ദൈവത്തിന് തോന്നിയിട്ടുണ്ടാവും പുഴു കുത്തുന്നത് കാരണം തൊലിക്ക് കയ്പ് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇന്ന് നമ്മളെ തൃശ്ശൂർക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, തൃശ്ശൂർ ആണുങ്ങൾക്കല്ല പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കൂട്ടാൻ. ആരെ പറഞ്ഞ ആണുങ്ങൾക്ക് ഇഷ്ടമില്ലാന്ന്? ചേട്ടന് ഇഷ്ടമില്ല വെച്ചിട്ട് ആണുങ്ങൾക്ക് പൊതുവെ ഞാൻ നമ്മുടെ കുടുംബത്തിലത്തെ ആണുങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ അത് ചക്കക്കുരും മാങ്ങിയും പരിപ്പും ചക്കക്കുരും മാങ്ങിയും ഇവര് പറഞ്ഞ ഭയങ്കര കൂട്ടാനാണ്. അങ്ങനെയല്ല, ചക്കക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വെക്കുന്ന ഒരു കൂട്ടാനാണിത്. എൻ്റെ വീട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെക്കും. നമ്മുടെ വീട്ടിൽ വെക്കില്ല, നമ്മുടെ വീട്ടിലും വെക്കും. ചേട്ടന് ഈ ചക്കക്കുരു ഇഷ്ടമില്ലാത്ത ചേട്ടൻ കഴിക്കില്ല. എനിക്കല്ല, നമ്മുടെ വീട്ടിലത്തെ എന്തുട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അതൊക്കെ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ചക്കക്കുരു ഉള്ള കൂട്ടാനുകളൊക്കെ ഇവിടെ വെക്കും. അപ്പോൾ ചേട്ടന് കൂട്ടാൻ വിളമ്പില്ലേ, അതിലത്തെ ചക്കക്കുരു മാറ്റിയേക്കും. എന്നിട്ട് മാങ്ങയും പരിപ്പും അങ്ങനെ അത് മാത്രം ചാറും ഉണ്ടാവും, അത് കൊടുക്കും. അത് കൂട്ടി ചേട്ടൻ ഒരു കുഴപ്പമില്ലാണ്ട് ചോറുണ്ടോളും. ചക്കക്കുരു അതിലൊരു കഷ്ണം കണ്ടാൽ ചേട്ടൻ അത് കഴിക്കില്ല. അപ്പം അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് കൊടുക്കും. അങ്ങനെ ബാക്കി എല്ലാവരും കഴിക്കും. നമ്മുടെ വീട്ടിലെല്ലാവരും ആരും അങ്ങനെ ചക്കക്കുരുണ്ട് ഉള്ളത് കഴിക്കില്ല. കഴിക്കൂട്ടാ, ചേട്ടനെ അറിയണ്ട. ഇല്ല, എനിക്കറിയാവുന്ന ചേട്ടനും എല്ലാവരും കഴിക്കും. അപ്പൊ ഞാനും കൂടി സഹായിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് എത്ര കൊല്ലായി? 8 കൊല്ലം. എത്ര വീഡിയോ ഇട്ടു? 2150 വീഡിയോ. ഇതുവരെ ഈ ചക്കക്കുരും പരിപ്പും മാങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള തൃശ്ശൂർക്കാരുടെ ഇത്രയും ഫേമസ് ആയിട്ടുള്ള കൂട്ടാൻ നമ്മൾ ഇതുവരെ നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടില്ല. ഇനി നമ്മൾ വീട് താമസമായിട്ട് എത്ര നാളായി? എത്ര കൊല്ലായി? 2008 താമസമായേ. 2008 2018 ആകുമ്പോൾ 10 കൊല്ലം. 18 കൊല്ലായില്ലേ? 2026 അല്ല 18 കൊല്ലായില്ലേ? 18 കൊല്ല. 2008 താമസം തുടങ്ങി. 2008 ആകുമ്പോൾ 2018 10 കൊല്ലം. പിന്നെ 2026 ആകുമ്പോൾ 8 കൊല്ലം. 18 കൊല്ലം. കറക്റ്റ് 18 കൊല്ലായി. 18 കൊല്ലം അല്ല, ഞാൻ പറഞ്ഞു വന്നതാ. 18 കൊല്ലായിട്ട് ഇതുവരെയായിട്ട് നമ്മുടെ വീട്ടിലും ഈ കൂട്ടാൻ വെച്ചിട്ടില്ല. 4-ാം തീയതി, അടുത്ത മാസം 4-ാം തീയതി, മെയ് 4-ാം തീയതിക്ക് കറക്റ്റ് 18 കൊല്ലാവും നമ്മളിവിടെ താമസമായിട്ട്. അത്ഭുതം തോന്നുന്നു. അപ്പോൾ നമ്മൾ ചട്ടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് പരിപ്പിടണം. പരിപ്പ് കുക്കറിൽ കഴിക്കാം. കുക്കറിലാണ് വേവിക്കേണ്ടത്. കുക്കറിൽ വയ്ക്കണ്ട. പണ്ട് എനിക്ക് ഈ പരിപ്പിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ പണ്ട് എപ്പോഴും ആലോചന വരുന്നത് അച്ഛൻ പരിപ്പ് വാങ്ങിക്കാൻ എന്നെ പീടിയിലേക്ക് പറഞ്ഞു വെച്ച കഥയാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരാം. പാവ അച്ഛൻ എന്തോരം പ്രാവശ്യം തീ കത്തിച്ച് ഇരുന്നു. വെള്ളം വറ്റും, വെള്ളം ഒഴിക്കും അല്ലേ? പിന്നെയും വെള്ളം ഒഴിക്കും, കത്തിക്കും, തീ കത്തിക്കും. പരിപ്പ് സാമ്പാർ പരിപ്പ് ഒരു ബുദ്ധിമുട്ടുള്ള കൂട്ടാനൊന്നല്ല അത്. നമ്മൾ തൃശ്ശൂർക്കാരുടെ കൂട്ടാനുകളൊക്കെ അല്ലെങ്കിൽ സിമ്പിളാ. അതന്നെ. പക്ഷെ ഇതിന് ചൂടിയോടെ കഴിക്കുമ്പോഴേ കുറച്ച് അങ്ങനെ സാധനങ്ങളൊക്കെ വേണം. നീ ചെയ്താ വെള്ളം ഒഴിച്ചോ, തീ കത്തിക്കാം. എന്താ വെള്ളം മതി അത്ര വേണം. എനിക്കറിയില്ല, അത് കുഴപ്പമില്ല. കുക്കറിലാകുമ്പോ ഇത് എന്തായാലും കംപ്ലീറ്റ് നാടൻ രീതിയിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു. ചട്ടിയില് പരിപ്പ് വിറകടുപ്പിലൊക്കെ വേവിച്ച് വെക്കുമ്പോഴത്തെ പണ്ടത്തെ ടേസ്റ്റ് വരുമോ നോക്കാം അല്ലേ? അതന്നെ. ഞായറാഴ്ചന് എല്ലാവരും ഇറച്ചി വാങ്ങിക്കുമ്പോൾ നമ്മള് പരിപ്പും ചക്കക്കുരും അല്ലേ? അതന്നെ, അതാണ് അതിൻ്റെ ഒരു ഇത്. ഇറച്ചിയും അരി എന്തുണ്ടാവോ? അരി വേറെ തിളച്ച് കുറേ സമയമില്ലേ. അത് ഇപ്പം കുറച്ച് നാളുകളായിട്ടുള്ള ഒരു സംഭവം അല്ല തരുതേ. എന്തോ അരി വേവണതാ? അരി വേവണതല്ല, നമ്മൾ ഈ ഞായറാഴ്ചകളിലൊന്നും ഇറച്ചിയും ഇതും വാങ്ങിക്കണ്ടേ. അത് വേറില്ല, നമ്മൾ അല്ലെങ്കിലും വാങ്ങിക്കാറില്ല അങ്ങനെയൊന്നും. പച്ചക്കറിയിലേക്കാണ്ട് നമ്മൾ കേന്ദ്രീകൃതമായത് എന്തുകൊണ്ട് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഭീകരമായ ചൂടുണ്ട് കേട്ടോ, തീയതിയിട്ടേ. ഇപ്പം ഗ്യാസിന് വലിയ ചിലവില്ലേ നമുക്ക്, ഈ വിറകടുപ്പിലാണ് ഒക്കെ പടയ്ക്കണത്. പിന്നെ സരിതർ ജ്യൂസ് അടിക്കുന്ന കാരണം ചോറ് തീറ്റും കുറഞ്ഞു. ചോറ് തീറ്റ കുറഞ്ഞല്ല, ചോറ് തീറ്റ കൂടിയേ.
കൂടി ഞാൻ പറഞ്ഞു രാവിലത്തെ ചോറ് ഒഴിവാക്കിയിട്ട് ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞിട്ടാണ് കാലത്ത് ജ്യൂസാക്കിയത്. ഞാനപ്പോൾ ജ്യൂസ് തന്നെ കുടിക്കണുള്ളൂ. പക്ഷേ ചേട്ടൻ കാലത്ത് ജ്യൂസും കുടിക്കും, എന്നിട്ട് 11 മണിയാകുമ്പോൾ ചോറിനും, പിന്നെ ഉച്ചയ്ക്ക് 11 മണിക്ക് ഉണ്ട് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വിശക്കില്ല. അപ്പോൾ 3 മണിയാകുമ്പോൾ ചോറിനും ഉച്ചയ്ക്കലത്തെ, അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി വീണ്ടും അല്ലേ? അത് മാറ്റാൻ പോകണ തേങ്ങ അതായത് അടുപ്പത്ത് വയ്ക്കുന്നു കേട്ടോ. ചൂടെടുത്തിട്ട് വയ്യ. മൂടി എടുത്ത് തരുക. ഇതാക്കുമ്പോഴേക്ക് നിനക്ക് ചക്കൂര് നന്നാക്കണ്ടേ? മൂടി വയ്ക്കുന്നു കേട്ടോ. നീ ഒന്ന് പോയേ, അത് ഞാൻ വെറുതെ ഏതാ അല്ല മുടി കെട്ടിയത്, അത് അതിൽ കൂടി ഒക്കെ ഇങ്ങനെ വീണെടുക്കുന്നുണ്ടാവും, നീളം ഒപ്പല്ലാത്ത കാരണം. നാളികേരം ചിരയുണ്ട് സരിതാ? ആ നാളികേരം ചിരയണം. കൂട്ടാനുകളൊക്കെ ഇവിടെ വയ്ക്കുന്ന കാരണേ എപ്പോഴും ഈ നാളികേരം പൊയ്ക്കുന്ന സാധനം ഇങ്ങനത്തെ ഒരു കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. മുരി കളയുണ്ടല്ലോ അല്ലേ ചക്കക്കുരുവിൻ്റെ? ഏയ് പണ്ടായിരുന്നല്ലോ അതിൻ്റെ മൊരി കളയിലും തേങ്ങ ഇതൊക്കെ. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടുപിടുത്തത്തിൽ മൊരി കളയാൻ പാടില്ലല്ലോ എന്ന് പറയുന്നു. അല്ല അതിൽ കുറേ അടങ്ങിയിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ. പണ്ട് ഈ മഴക്കാലത്ത് കർക്കിട മാസം, ഇങ്ങനെ മിഥുന മാസം, കർക്കിട മാസം, അങ്ങനെ പണിയും തൊഴിലില്ലാത്ത സമയങ്ങളിൽ ചക്കിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണല്ലോ. അതെ. അപ്പോൾ ഈ ചക്കയിൽ വെള്ളം കയറി മുളയൊക്കെ വന്നിട്ടുണ്ടാവില്ലേ? അപ്പോൾ ആളുകൾക്ക് പ്രശ്നമില്ലേ അതൊന്നും? ഇപ്പം നമ്മൾ മുളച്ചതൊന്നും ഉപയോഗിക്കില്ലല്ലോ, ആ മുളച്ചേൻ്റെ ഒരു മണം. പിന്നെ ചക്കൂര് ഇങ്ങനെ പൊളിഞ്ഞിരുന്ന അടി പൊളിഞ്ഞിട്ടുണ്ട് ഒരു പച്ച കളർ, അതിനൊരു മണമൊക്കെ വരുമല്ലോ. നമുക്ക് അത് നമ്മളതിങ്ങനെ കഴിക്കില്ലല്ലോ. അല്ല പണ്ടപ്പം തുടിച്ച് തുടങ്ങുന്ന ആൾക്കാർ അതൊക്കെ കഴിക്കുമായിരിക്കില്ലേ? പണ്ട് ചക്ക മുള വരുന്നത് എന്ന് വെച്ചാൽ ഈ ചക്ക കണ്ടമാനം ഉള്ള വീട്ടുകാരില്ലേ, അവരെ വീട്ടിലെ മുള വരില്ലോ. അല്ലാതെ ചക്കയില്ലാത്തവരെ കയ്യിൽ എന്തൊരു മുള വരുന്നത് കഴിക്കാൻ? ഞാൻ ചോദിച്ചത് അതല്ല, മഴക്കാലത്ത് ചക്കകൾ പ്ലാവുമ്പോ ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലോ. ആ അത് മുളക്കില്ലേ വെള്ളം ഇറങ്ങിയിട്ട്, അതിന്റെ കാര്യം ചോദിച്ചേ. അതാ അത് തിന്നണവർക്കല്ലേ കുഴപ്പമുള്ളോ? അതായത് ഈ ചക്ക കണ്ടമാനുള്ളവര് മറ്റുള്ളവർ കൊടുക്കാണ്ട് അവരെ പ്ലാവുമ്പോൾ നിന്ന് വെള്ളം കയറി ഇതായിട്ട് ആവണതല്ല കാര്യമില്ല പറയണത്. അങ്ങനെ മുളയ്ക്കാനുള്ള ഒരു ടൈം കൊടുക്കില്ല കിട്ടുന്നവര് അപ്പാപ്പ കൈ കൂടെ മുളയുള്ള ചക്കകൾ അപൂർവമായിരിക്കും. നമുക്ക് പ്ലാവുമ്പോൾ കണ്ടമാനുണ്ടായിട്ട് മതിയാവണ വീട്ടുകാർക്ക് അങ്ങനെ ഉണ്ടാവും. അല്ലാണ്ട് ബാക്കിയുള്ളവർക്ക് എന്തൊരു ഇങ്ങനെ ഇപ്പൊ നമ്മുടെ വീഡിയോയിൽ കണ്ടില്ലേ ചക്ക കാണുമ്പോൾ കൊതിയാവാന്ന് പറയുന്നില്ലേ, ചക്കരിശ്ശേരിയും. ഇന്നലത്തെ വീഡിയോയിൽ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്, പ്രവാസികൾ ഈ ചാനൽ കാണരുതെന്ന്. അതന്നെ. അപ്പോൾ അയ്യോ വെള്ളം മുഴുവൻ പോയി ഇല്ല. അപ്പം അങ്ങനെയുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ ചക്ക ഇപ്പോൾ കേരളത്തിലത്തെ 33% ചക്ക നാശമായി പോവാണ് സരിത. കേരളത്തിലെ ഉണ്ടാവണ ചക്കയിൽ 33% നാശമായി പോവാണ്, വീണ് പോവാണ്. അതും കൂടി പ്രയോജനപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വരുമാനം കേരളത്തിനുണ്ടാവുന്നു. ചക്ക മുഴുവനേ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നു. ചക്കക്കുരുവിൻ്റെ പൊടി, ചക്ക പച്ചച്ചക്കയുടെ പൊടിയൊക്കെ ആക്കി മാറ്റുള്ളേ. ഇങ്ങനെ കുരുവിൻ്റെ ഇത് കളയുന്നിട്ടാ. അത് ഈ മറ്റേ സാധനം പണ്ട് അമ്മയൊക്കെ ഈ അമ്മമാരെ നമ്മുടെ ഇവിടെ വന്നിരുന്നിട്ട് ഇതിൻ്റെ ഇതൊക്കെ ചിരണ്ടി കളയും, എന്നിട്ട് നല്ല വെളുക്കിനിയാക്കും. അത് ഇപ്പം അങ്ങനെ പാടില്ല എന്നാണ് പറയണത്. ഗവേഷണങ്ങളിലൂടെ കണ്ടുപിടിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് നമ്മുടെ വീടിൻ്റെ നമ്മുടെ തറവാട് വീടിൻ്റെ പണ്ടത്തെ ഓട് വീടാണ് കേട്ടോ. അങ്ങനെ ഓട് വീട് ഒരു സെൻറ്ററിൽ ഒരു തള്ളപ്പര എന്ന് പറയും. തള്ളപ്പര എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു തള്ളപ്പരയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ കൂടാരത്തിൻ്റെ ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു ജോയിൻ്റ് ഇങ്ങനെ സൈഡിലേക്ക് ചായ്പുകളുണ്ടാവും. ചായ്പുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമര കെട്ടിയിട്ട് സാധാരണ പോലെ തന്നെ അങ്ങനെ കൂടുതൽ അംഗങ്ങൾ ചെല്ലുന്തോറും ചെല്ലുന്തോറുന്നല്ല ഈ ഉൽപ്പാദിപ്പിച്ചല്ല അംഗങ്ങൾ വീട്ടിലുണ്ടാവും തോറും കല്യാണം കഴിച്ച് വരാം, അല്ലെങ്കിൽ പിള്ളേരുകളുണ്ടാവുക, അങ്ങനെ കുറേ ഇത് കഴിയുമ്പോൾ ഓരോ ചായ്പുകൾ ഇങ്ങനെയിട്ട് കൂടി വരില്ല എല്ലാ വീടുകളും സാധ്യത. അങ്ങനെ വീടിനെ വലുതാവാണ് ചെയ്യുക. അപ്പോൾ മെയിൻ തള്ളപ്പരയെന്ന് ജോയിൻ്റ് ആയിട്ട് ഇങ്ങനെ വരും.
അപ്പോൾ നമ്മുടെ തള്ളപ്പരയിൽ ഇങ്ങനെ ഇപ്പുറ സൈഡിൽ തെക്കേ മുറി എന്ന് പറയും, തെക്കേ മുറിയിൽ മൂലയിലേ നമ്മുടെ ഈ ഇതാണ് ചാണം മെഴുകിയ ഇതാണ് കേട്ടോ വീടിൻ്റെ അടി. അവിടെ മൂലയിൽ ഒരു ചക്കക്കൂര് ഈ കരാറെടുത്തിട്ട് നമ്മൾ ചക്ക കണ്ടമാനം കൊണ്ടുവരില്ല, എന്നിട്ട് അതിൻ്റെ ചക്കക്കൂര് ഒക്കെ അമ്മ സൂക്ഷിച്ച് വയ്ക്കും. എന്നിട്ട് ഈ മൂലയിൽ ഈ വീടിൻ്റെ മൂലയിൽ ഒക്കെ കൂട്ടി കമത്തി വയ്ക്കും. എന്നിട്ട് അത് മണ്ണ് കുഴച്ചിട്ട് പൊത്തി വയ്ക്കും. മനസ്സിലായ? കേട്ടിട്ടില്ല നീ? കേട്ടിട്ടുണ്ട്. അങ്ങനെ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വർഷകാലത്ത് ഈ ഭയങ്കര മഴക്കാലം കർക്കിടക മാസമൊക്കെ വരില്ലേ, ആ സമയത്ത് ഇതിൽ നിന്ന് തിരിച്ചെടുത്തിട്ട് അടുപ്പിൽ കൊണ്ടുപോയിട്ട് ചുട്ട് തല്ലി തിന്നും. തല്ലാനെന്തുള്ള ചക്കക്കുരു കശുരണ്ടി അല്ല, അതിങ്ങനെ തൊലി പൊളിച്ചിട്ട് ഒരൊറ്റ ഇടിക്കും. തല്ലി തിന്നെന്ന് പറഞ്ഞ ഒരു ഈ കൊളാക്കിലായിട്ട് പറഞ്ഞാണ്. തല്ലി തിന്നൊന്നും വേണ്ട, അത് തിന്നും. അങ്ങനെയൊക്കെ ഉണ്ട്. അത് തിന്നാൻ എനിക്കിഷ്ടമാട്ടോ. അത് അങ്ങനെ തന്നെ 2-3 തിന്നും. എല്ലാ വീട്ടിലുണ്ടാവും, വീടിൻ്റെ മൂലയിൽ ചക്കക്കുരുവേ. പിന്നെ പുളുങ്കുരു ഇല്ലേ, അത് പുളുങ്കുരു പിന്നെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ കുപ്പിയിൽ അല്ലെങ്കിൽ കാലത്തിൽ ശർക്കര നീരിൽ ഈ പുളുങ്കുരു അത് തൊലി കളഞ്ഞത്. ആദ്യം പുളുങ്കുരു എന്ന് പറഞ്ഞാൽ പുളിയുടെ കുരു, കോൽപ്പുളിയുടെ കുരു, അത് എല്ലാ വീട്ടിലും ഉണ്ടാവും നിറച്ച്. അത് വറക്കും, ചട്ടിയിലിട്ട് വറുത്തിട്ട് അതിൻ്റെ തോട് ഇടിച്ച് കളയും. തോട് കളഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല വെളുത്ത നല്ല ഭംഗിയുള്ളതായിരിക്കും. അത് ശർക്കര ഈ ഭരണിയിൽ അങ്ങനെ ഇതിലാണ് ശർക്കര നീരിൽ അത് ഇട്ട് വയ്ക്കും. ശർക്കര നീരിൽ ഇട്ട് വയ്ക്കണം ഞാൻ കേട്ടിട്ടില്ലേ? അതിട്ട് വയ്ക്കും. അത് ചിലവർ അത് ഈ കളിക്കാനൊക്കെ വരുമ്പോൾ അത് പിടിച്ച് നടന്ന് തിന്ന് വരും. ഭയങ്കര ടേസ്റ്റതിന്. എന്താ ഭയങ്കര ടേസ്റ്റതിന്. ചിലവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ശർക്കര നീരും ഭരണിയും കുരണിയും ഇല്ലാത്തൊരു അത് സാധാരണ പോലെ വറുത്തത് കടിച്ച് പൊട്ടിച്ച് നടക്കും. കടിച്ച് പൊട്ടിച്ചിട്ട് ഇത് ഇങ്ങനെ തിന്ന് വന്നിട്ടേ ഏറ്റവും ലാസ്റ്റ് ഉണ്ട്. അതിങ്ങനെ നമ്മുടെ പല്ലിൻ്റെ പോലെ തന്നെ ഇങ്ങനെ നൈസ് ഇതൊക്കെ പരുവാവും. അത് കഴിഞ്ഞിട്ട് ആദ്യം ഈമ്പിയൊക്കെ ഇങ്ങനെ വായിലിട്ട് ഇങ്ങനെ കുറേ നേരം ലാസ്റ്റ് ആകുമ്പോൾ അത് ഇങ്ങനെ ഒരു നൈസ് കനാവും, പേപ്പറിൻ്റെ കനാവും. എന്നിട്ട് കടിച്ച് പൊടിച്ചുകൊണ്ട് അത് മുഴുവനായിട്ട് ഒറ്റയടിക്ക് തിന്നുമ്പോഴല്ലേ അയ്യോ, തിന്നാൻ കിട്ടുന്ന കാലത്ത് അതൊക്കെ ഭയങ്കര സംഭവമായിരുന്നു. ഇപ്പം അല്ല, അങ്ങനെ എനിക്ക് പുളുങ്കുരു തിന്നാൻ അത്ര ഇഷ്ടമില്ലായിരുന്നു. അതെ, പല്ല് കുറേ സമയം വേണം എനിക്ക് ഒരു പുളുങ്കുരു തിന്നാൻ. ചിലവർ ഇങ്ങനെ വായിലിടുമ്പോഴേക്കും കടിച്ച് പൊട്ടിച്ച് തിന്നാൻ. എനിക്ക് അങ്ങനെ പറ്റില്ല. ഞാൻ അതിനാ ലീച്ച് തിരിച്ച് അതിന്റെ മോളിൽ നിന്ന് ഇങ്ങനെ മോളിൽ നിന്ന് പാട പോലെ ഇങ്ങനെ എടുത്ത് എല്ലാവരും ചെയ്യാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞത്. പിന്നെ കുതിർത്തിയിട്ട് തിന്നണം കണ്ടിട്ടുണ്ട്. കുപ്പിയിലൊക്കെ നിറച്ച് തോട് കളഞ്ഞിട്ട് കുപ്പിയിൽ വെള്ളത്തിലിട്ടേക്കും. അത് പിന്നെ കുതിർന്ന് കഴിയുമ്പോ പിന്നെ വേഗം തിന്നാൻ പറ്റും. കുട്ടീനെ ചെയ്ത് തുടങ്ങുന്ന പണികൾ അതൊക്കെ പുളുങ്കുരു വറുക്കല്, മൈലാഞ്ചി അരച്ചിടല്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും പെൺകുട്ടികളൊക്കെ. ഇപ്പൊ ഒന്നുമില്ല അല്ലേ? അത് പുളുങ്കുരു കുതിർന്ന് കഴിഞ്ഞിട്ടാന്ന് തോന്നിട്ട് ശർക്കര നീരിലിടാൻ തോന്നിട്ടാ. അതെ, അങ്ങനെ തോന്നുന്നുണ്ട്. ശർക്കര നീരിലിടുന്ന ഞാൻ കേട്ടിട്ടില്ലേ അല്ലേ? കാശുള്ള ഒരു ചീണ പണിയോ അല്ലേ? നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ വീട്ടിലുണ്ടായിട്ടുണ്ട്. ഇത്രയ്ക്ക് നാളികേരൊന്നും വേണ്ടട്ടാ, കുറച്ച് നാളികേരം മതി. ഇത് ഒരു മുറി ഇങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാലേ അത് നാശമാവും. ശരിക്കിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാമല്ലോ. പരിപ്പ് തിളച്ചോ നോക്കി തരുതേ, തുറന്നു നോക്കിയിട്ട്. അരിയിലേക്ക് വെള്ളം ഒഴിക്കാൻ സരിതേ പറ്റി 5-6 മിനിറ്റ് കഴിഞ്ഞില്ലേ നിനക്ക് അരി ഊറ്റാം. എന്തോ വ്യവഹാരമുണ്ടോ? നമ്മുടെ അത്ഭുതം മുരിങ്ങയല്ല ഇപ്പോൾ വേണ്ട, നമ്മുടെ അമേരിക്കയിലത്തെ ആൾ പറഞ്ഞ പോലെ ഇത് വെച്ചപ്പോൾ വേണ്ട, നമുക്ക് കയ്യെത്തും ദൂരത്താണ് എല്ലാം മുരിങ്ങ.
നമുക്ക് ഇങ്ങനെ തൊട്ടടുത്താകുമ്പോൾ നമുക്ക് കയ്യോടെ നമുക്ക് മുരിങ്ങയില കൂട്ടാൻ വയ്ക്കാൻ പറ്റും. എപ്പോൾ വേണമെങ്കിലും പൊട്ടിച്ച് ഇത് പൊട്ടിക്കുന്നതും വയ്ക്കുന്നതും കാണുമ്പോൾ നമ്മുടെ അമേരിക്കയിലും UK ഒക്കെയുള്ള നമ്മുടെ മലയാളി അമ്മമാർ സുഹൃത്തുക്കൾക്കൊക്കെ കൊതിയാവില്ല സരിത കാണുമ്പോൾ. അത് നമ്മുടെ ഈ പുഷ്കലാൻറ്റി പറഞ്ഞിട്ടില്ലേ, ഇത് ഇത്രയ്ക്ക് പോകുന്നൊരു സാധനം കിട്ടണമെങ്കിൽ 950 രൂപ എത്രയുണ്ട് കൊടുക്കണമെന്ന് അല്ലേ? $10 വേണ്ടേ? നല്ല ചള്ള്. ഇതിപ്പോൾ നമ്മളിവിടെ തൊട്ടടുത്തായാലും നമ്മൾ പൊടിയുണ്ട്. ഇതിൻ്റെ അപ്പോൾ ഞാൻ കുറച്ച് വാട്ടാഞ്ചിട്ടാണ് ഹൈറ്റിലാണെങ്കിൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കുകയില്ല. ഇതിപ്പോൾ നമുക്ക് ഫ്രഷ് സാധനം. അമ്മേരെ പരിപാടി എന്തിന് ഇങ്ങനെ കൊണ്ടുവന്നിട്ടേ പാത്രത്തിൽ ഒറ്റ മുക്കുണ്ട്. ഇതിപ്പോൾ മുക്കണം സരിത, ഇത് ഉരിഞ്ഞിട്ട് കഴിക്കുക പോരെ. ഞാൻ എൻ്റെ മുരിങ്ങലനെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു എല്ലാ എന്താ പറയുക, എല്ലാ പോഷക അംശങ്ങളും അടങ്ങിയിട്ടുള്ള സാധനം മുരിങ്ങല എന്ന് പറയാം. അങ്ങനെയൊന്നും പറഞ്ഞാൽ കേട്ടിട്ടില്ല. അയൺ ഉണ്ട്, വൈറ്റമിൻ A ഉണ്ട്, കണ്ണിന് നല്ലതാണ്. മതിയിലോ കണ്ണിന് നല്ലതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ലതാണ്. നമ്മളിങ്ങനെ ചേട്ടാ ഈ ഉരിഞ്ഞിടാ സരിതയും സരിതര അമ്മയില്ലേ, ഇതിങ്ങനെ ഒരു മുരിങ്ങല കൂട്ടാൻ വയ്ക്കണമെങ്കിലേ ഇവർ ഓരോന്ന് നുള്ളി അപ്പുറം നോക്കി അതിന് വല്ല അതിൻ്റെ ഈ ഇലമ വല്ല കുത്തോ കോമയുണ്ടോ ഒക്കെ നോക്കിയിട്ടാണ് ഇവർ ഇത് വയ്ക്കുക. ഇവരൊരു തണ്ടെടുക്കുമ്പോഴേക്കും നമ്മുടെ അമ്മ ഇത് വാട്ടി കഴിക്കേണ്ട പരിപാടിക്കുണ്ടാവും. ഇതുപോലെ ഇപ്പോഴൊന്നും പ്രാണികളൊന്നും ഉണ്ടാവില്ല. എങ്ങനെയുണ്ട് ഈ തണ്ടുകളൊക്കെ തിന്നണം നമ്മൾ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ സരിത? പ്രാണികളൊക്കെ ഉണ്ടായിരുന്നു വരും കേട്ടോ. അത് കഴുകൂല നീ നമ്മൾ ചിലന്തി, കുഞ്ഞ് ചിലന്തി മാറാല പിടിച്ച പോലത്തെ ഇല ഉണ്ടാവും. അതറിയാം. അതിനാണ് ഇത് ഇങ്ങനെ കൊണ്ടുവന്നിട്ടേ നോക്കിയാൽ നമ്മളേ നോക്കിയാൽ മുരിങ്ങല പൊട്ടിച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞു വരുന്നുണ്ടാ. അമ്മയൊക്കെ കുടഞ്ഞു വരുന്നുണ്ടാ. പഴയ ആളുകൾക്കറിയാം. എന്നിട്ട് ഇങ്ങനെ കുടഞ്ഞു വരും. ചീഞ്ചട്ടിയിലേക്ക് എന്നിട്ട് നേരെ എന്നിട്ട് അതില് ഉള്ളി എന്നിട്ട് പോയിട്ട് ഉള്ളി എടുത്ത് ചായക്കാൻ നിൽക്കും. ഒരു തരി മുളക് പൊടി, ഒരു തരി മുളക് പൊടിയുടെ ഉള്ളു. അമ്മ മുളകൊന്നും അത് ഉപയോഗിക്കുകയില്ല. വെളിച്ചെണ്ണയൊന്നും തീരെ ഉപയോഗിക്കില്ല അമ്മ. അതന്നെ അമ്മയ്ക്കുള്ള കൂട്ടാനൊക്കെ അപ്പോഴും അമ്മ തന്നെ ഉണ്ടാക്കുക. കാഴ്ചശക്തി ഭയങ്കര. ആ ഫ്ലാറ്റിൻ്റെ മുകളിൽ ഒരാൾ നിൽക്കണമെങ്കിൽ അമ്മ പറയും അത് ഇന്ന ആളല്ല നിൽക്കണത് എന്ന് പറയും. ഇവിടെ നോക്കിയിട്ട് അത്രയ്ക്ക് കാഴ്ചശക്തി അമ്മയ്ക്ക്. അമ്മ മുരിങ്ങലര ആശാത്തിയെ. അപ്പോൾ കാഴ്ചശക്തിക്ക് ഗംഭീരാന്ന് നമുക്കൊരു നമ്മുടെ വീട്ടിലന്ന് തെളിവുണ്ട്. അതൊക്കെ കുറെ പാരമ്പര്യം ചേട്ടാ. പാരമ്പര്യം ഉണ്ടാവും. അല്ല എന്നാലും മുരിങ്ങല ഗംഭീരമായ സാധനം. എൻ്റെ അച്ഛൻ്റെ പാരമ്പര്യ കണ്ണിൻ്റെ കാഴ്ച പെട്ടെന്ന് പോയത്. ആർക്ക്? എനിക്ക്. അല്ല ഞാൻ പറയുന്നത് ഈ മുരിങ്ങല കുടഞ്ഞു വരുമ്പോൾ തന്നെ പണ്ടുള്ള ആളുകൾക്ക് അറിയാമെന്ന് ഈ സാധനത്തിലത്തെ ചലന്തി വലിയും പ്രാണികളൊക്കെ ഒറ്റയടിക്ക് പോകുമെന്ന് അറിയാമെന്ന്. എന്നാലും ഒന്ന് നോക്കണം. എന്നാലും നോക്കും. നമുക്കിത് മിണ്ടങ്ങിയ കണ്ട ഒറ്റയടിക്ക് നമുക്ക് അറിയാൻ പറ്റും. കണ്ട കണ്ണാട വെച്ചിട്ട് നോക്ക്. ഈ ഹോട്ടലുകളിലൊക്കെ ഈ ഹോട്ടലിലത്തെ കാര്യം തന്നെ നോക്കണേ. നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെയ്തുകൂടെ? ഹോട്ടലുകാർ പലതും ചെയ്യുണ്ടാവും. അരി ചിലപ്പോ കഴുകാണ്ടാവും ഇടുണ്ടാവും. നമ്മള് അരി കഴുകാണ്ട് വയ്ക്കണം. അരി കണ്ടു വയ്ക്കുന്നു വേണ്ട. നമുക്ക് ഇത്രയാലും കിട്ടി കടാ. അപ്പോൾ ഇതിലത്തെ ഈ ഞാരി ഞരമ്പക്കില്ലേ അത് നമ്മൾ കളയില്ലേ ചേട്ടാ? കണ്ട ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ കളയും. ഇവരൊക്കെ തിന്നാനായിട്ടൊരു സുഖം ഉണ്ടാവില്ലേ? വായയിൽ നിറച്ച് ഇതിൻ്റെ ഈ ഞാരുകൾ തടഞ്ഞിട്ട് ഒരു സുഖക്കേടുണ്ടാവില്ലേ? രണ്ട് മൂന്ന് വട്ടം കഴുകണം കേട്ടോ. പൊടിയും ഉണ്ടാവുമല്ലോ അന്തരീക്ഷത്തിലത്തെ പൊടി. ഹോട്ടലുകാർ കഴുകുണ്ടാവോ 2-3 വട്ടം? ഹോട്ടലുകാർ മുരിങ്ങ കൂട്ടാൻ കൊടുക്കുന്നുണ്ടാവുക. ചീരയില കൊടുക്കുന്നുണ്ടാവുക. ചീര ചിലത് കൊടുക്കുന്നുണ്ടാവും. ഞാൻ വെറുതെ പറഞ്ഞതാ. ഈ വെള്ളല്ലേ ദിവന് കൊടുക്കാം. ചെത്തീര തണ്ട് കുഴിച്ചിട്ടുണ്ട് ഇവിടെ. ഉണ്ടാവാണെങ്കിൽ അവിടെ പൊടിക്കട്ടെ വെച്ചിട്ടാ. അത് മറ്റേ കവറിൽ വെച്ചിട്ട് തണലത്ത് വെച്ച് പൊടിച്ചതിന് ശേഷം ഇവിടെ കുഴിച്ചിട്ടാൽ മതിയായിരുന്നു. അത് പറഞ്ഞിട്ട് കേൾക്കണ്ട. ചേട്ടൻ നേരെ കൊണ്ടുവന്ന് അവിടെ കുത്തി അത് പൊടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. അവിടെ അച്ഛൻ്റെ ചെടിയുടെ പേരെന്തിട്ടായിരുന്നു? ഹൈഡ്രാഞ്ചിയെ. അതന്നെ. അത് വില കൂട്ടി കിട്ടിയ സ്ഥലത്തൊക്കെ ഉണ്ടാവുള്ള തണുള്ള സ്ഥലത്ത്. ദൈവമേ ഇവിടെ മലക്കപ്പാറ വണ്ടി ടെമ്പോ ട്രാവൽ മറിഞ്ഞിട്ടുള്ള കണ്ടോ. ഞാനിതിനൊക്കെ അതിലെ ഞങ്ങൾ വന്നിട്ടുള്ളതാ.
പേടിയാവും നമുക്കേ ഈ ഹെയർ പിൻ സൂക്ഷിച്ച വണ്ടി ഓടിപ്പിക്കാൻ പാടില്ല അവിടെയൊക്കെ. നിങ്ങൾ എങ്ങോട്ട് പോയി? നിങ്ങൾ രണ്ടാളും മാത്രം? ഞങ്ങൾ ഈ കൃഷി വകുപ്പിൻ്റെ രീതി കൂടെ ഞങ്ങൾ പോയതില്ലേ ഇവിടേക്ക് എന്താ പറയുക മറയൂർക്ക് പോയില്ലേ. എന്നിട്ട് വരുമ്പോൾ ആ വഴിക്ക് വന്നേ 43 50 അടുത്ത് ഹെയർ പിന്നുകളുണ്ട്. സൂക്ഷിച്ച് വരണ്ടേ. കഴിഞ്ഞ കൊല്ലം സ്കൂൾ കൂട്ടിയപ്പോൾ നമ്മൾ മൂന്നാറിലേക്കും കൊടൈക്കനാലൊക്കെ പോയി അല്ലേ? പക്ഷെ ഇപ്പോൾ ഊട്ടി മൂന്നാറൊക്കെ ഭയങ്കര ചൂടാന്ന് പറയണു. നാളെ നിങ്ങളുടെ കടയിലേക്ക് വന്നിട്ടുള്ള അവർ പറഞ്ഞില്ലേ അവർ ഊട്ടിയിൽ പോയിട്ട് വരല്ലേ ഭയങ്കര ചൂടാന്ന്. ഭയങ്കര ചൂടാന്ന് പറഞ്ഞു. രാത്രി കുഴപ്പമില്ല, പകല് ഭയങ്കര ചൂടാന്നല്ലേ? ഓരോ കൊല്ലത്തിലും തോറും എന്തുപോലെ ചൂട്. മുരിങ്ങല നമ്മൾ കഴുകിയെടുത്തു. പരിപ്പ് ചേട്ടാ അത് കിടന്ന് തിളക്കുന്നുണ്ടാ. നമ്മളൊക്കെ നോക്കിക്കേ പണ്ട് വേവായി ഈ എന്താ പറയുക ചക്കക്കുരു വയ്ക്കണ സമയത്തേ ഒന്നുകൂടി ഒരു 2-3 മിനിറ്റ് ചക്കക്കുരു കൂട്ടാൻ വയ്ക്കുമ്പോൾ കുറേ ചക്കക്കുരു നന്നാക്കും ഞങ്ങൾ. എൻ്റെ വീട്ടിലൊക്കെ ചക്കക്കുരു ഉപ്പേരിയൊക്കെ വയ്ക്കും, വെറുതെ കുത്തി കാച്ചും. ചക്കക്കുരു ഉപ്പേരിയൊപ്പം മുരിങ്ങയില ഇടും ചിലര്. മുരിങ്ങയിലും പിന്നെ ഉണക്ക ചെമ്മീൻ ചതച്ചിടും. അപ്പോൾ ഇതിങ്ങനില്ലേ അമ്മ ഇങ്ങനെ വെട്ടോത്തി കൊണ്ട് ഇങ്ങനെ മുട്ടിയുമ്പോൾ വെച്ചിട്ട് ഇങ്ങനെ നീളത്തിൽ കഷ്ണാക്കി ഇടും. അപ്പം സുഖം അതിൻ്റെ തൊലി കളയാൻ. അപ്പം ഞാൻ തൊലി കളയായിരിക്കും. അമ്മ അതിങ്ങനെ വെട്ടിയിടും. എൻ്റെ അമ്മ കേട്ടാ എൻ്റെ വീട്ടിലത്തെ കാര്യം പറഞ്ഞു. പരിപ്പ് നമുക്ക് പറയാൻ നോക്കാട്ടാ. തിളച്ച് പരിവായി. അയ്യോ മാങ്ങ പൊട്ടിച്ചിട്ടുണ്ട് ചേട്ടൻ. പരിപ്പ് എന്തുട്ട് തരുതേ. ഒരു സ്വല്പം നേരം പണി കിടക്കണം. ചക്കക്കുരു ഇത് മതിയില്ല. അരി ഊറ്റാൻ പോകാം. നമുക്ക് അരി ഊറ്റിയിട്ട് ഇതിൽ മുരിങ്ങയില വയ്ക്കാം. ചോറൂറ്റിൽ കഴിഞ്ഞു. നമുക്ക് മുരിങ്ങയില വയ്ക്കാം. നമ്മുടെ ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. മുരിങ്ങയിലേക്ക് നമുക്ക് ഉള്ളി ചതയ്ക്കണം. 4 ഉള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് അമ്മി കഴുകിയിട്ടുണ്ട്. വണ്ട ഉള്ളിയില്ല തരുതേ. നമ്മുടെ ഉള്ളി കഴിഞ്ഞിട്ടാ. നമ്മുടെ വിളവെടുത്ത ഉള്ളി കഴിഞ്ഞു. നമ്മുടെ ഉള്ളി ചീഞ്ചട്ടിയിലിടുന്നു കേട്ടോ. ഇത് നമ്മൾ തൃശ്ശൂർക്കാർ അമ്മ വയ്ക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. തൃശ്ശൂർക്കാർ എന്ന് പറഞ്ഞിട്ട് ജനറലൈസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ്റെ. ശരി. അല്ലാന്ന് ചേട്ടൻ ഇന്നലെ മറ്റേ ചക്ക എലിശ്ശേരി വെച്ചതിൽ ചക്ക ഇങ്ങനെ തുണ്ടം വെട്ടില്ലേ? നമ്മൾ തുണ്ടം വെട്ടില്ലേ? ഇങ്ങനെ വെട്ടി എന്നിട്ട് നമ്മളിങ്ങനെ തിക്കി തള്ളിയെടുക്കും. തൃശ്ശൂർക്കാർ ഇങ്ങനെ ചെയ്യാന്ന്. അതെ കടിവെട്ട. അപ്പോൾ തൃശ്ശൂരുള്ള ഒരാളെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അയ്യോ ആരായിരുന്നു അത് കമന്റ് ഇട്ടേ? ഞാൻ നല്ല വായിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചോ? അപ്പോൾ അവരുടെ അവിടെയൊക്കെ ചേട്ടൻ ഇപ്പൊ വെട്ടണില്ലേ ഇങ്ങനെ നീളത്തിൽ വെട്ടി ഇങ്ങനെ വെട്ടി അങ്ങനെ വെട്ടാറുന്നു. അപ്പോൾ തൃശ്ശൂർക്കാർ ഇങ്ങനെയാണ് എന്ന് ആളൊരു ഇത് പറഞ്ഞതാണ്. നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല, പക്ഷെ കുറേ തൃശ്ശൂർക്കാര് പറഞ്ഞിട്ടുമുണ്ട് ശരിയാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യാറ്. എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു അറിയത്. അതെ, വഞ്ചി പോലെയാവും ആ കടി. അതിനടിയേ മറ്റേ ഈ ചക്കര മറ്റേ ഈ മടലിന്റെ ഇതടക്കം വഞ്ചി പോലെയാവും. എന്നിട്ട് അതിന് ചെത്തിയെടുത്ത് തിന്നു. ഇത് വളരെ സിമ്പിൾ സാധനമാണ് കേട്ടോ. അത് മുരിങ്ങയില നമ്മൾ ഇത്രയ്ക്ക് വെളിച്ചെണ്ണ ഒഴിക്കില്ലേ. അമ്മ വെളിച്ചെണ്ണ ഒന്ന് വെളിച്ചെണ്ണ കുപ്പി അതിന്റെ അടുത്തൂടെ കൊണ്ടുപോകുള്ളൂ. നമ്മളിപ്പോൾ ഇതൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത കേട്ടോ. മുരിങ്ങയിലക്ക് എനിക്ക് അത്രയ്ക്ക് മുരിങ്ങയിലോട് ഇങ്ങനെ അമ്മ വയ്ക്കുന്ന മുരിങ്ങയില ടൈപ്പ് എനിക്ക് അത്ര ഇഷ്ടമില്ല. ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇത്തിരി എരിവൊക്കെ ചേർത്ത് അങ്ങനെയൊക്കെ ആയിട്ടാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്ക് ഇരുന്നത് കേട്ടോ. വെളിച്ചെണ്ണ മുരിങ്ങയിലൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുത്തിപ്പൊടി മുളക് കേട്ടോ. കുത്തിപ്പൊടി മുളകാണ് ഇടുന്നത്. കുത്തിപ്പൊടി മുളക് ഇത് ഇത്രക്കിയിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ വേപ്പരി ഇടും. കറിവേപ്പില നമ്മുടെ സാധാരണ ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ കുത്തിപ്പൊടിയുടെ മണം വന്ന് തുടങ്ങി. മൂക്കട്ടെ. ഇതേ മൂത്തുടങ്ങിയിട്ടാ.
മൂത്തു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ മുരിങ്ങയില ഇടാം. കുറച്ച് ഇട്ടിട്ട് ഇപ്പുറത്ത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് മതി. പരിപ്പ് എന്താ ഇനി എല്ലാം അലിയിരുന്നു കേട്ടാ. ഇതാ തീയുന്നുണ്ടാവില്ലേ, ഇത് 2 പിടി കൂട്ടാനുള്ള ഉണ്ടാവുള്ളൂ കേട്ടാ. ഇതിപ്പം വരും. അതാ ഉപ്പും പാത്രല്ലേ കണ്ട, ആ ഫ്രഷ് സാധനമായത് കണ്ട, എന്തൊട്ട് അതിൻ്റെ ഭംഗി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടുന്നു കേട്ടോ. ഉപ്പ് നോക്കിയിടണം. കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജാതിയായിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല. കണ്ട എന്തോരം മുറിയല്ല ഞാൻ പൊട്ടി കാണുന്നത്. അല്ല, ഒരു സ്വല്പമുള്ളതെന്ന് പറയാം. ഇനി ഇതിലാണ്ട് ഇരുന്നിട്ടായോ കേട്ടോ. പരിപ്പ് സൂപ്പറായിട്ട് വെന്തു. ഇനി അടുത്ത പരിപാടി ചെയ്തോ. ഞാനതിലേക്ക് ചക്കക്കുരു ഇടുന്നു. മുരിങ്ങയിലക്കിന് തീ അധികം വേണ്ട അല്ലേ. പിന്നെ മാങ്ങ ഇടുന്നു, മാങ്ങ കഷ്ണങ്ങളാക്കി ഇതിടുന്നു. കുറച്ചുകൂടി വെള്ളം ഒഴിക്കാട്ടാ. ഉപ്പിടോ. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇടണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി. മുരിങ്ങയില നല്ല പാകമായിട്ട് വേണ്ടിട്ടാ. ചെറിയ തീ മതി. അതൊക്കെ വാട്ടെ. ഉപ്പ്, വേപ്പില ഇട്ടു. ഇത് വേവട്ടെ. ഭയങ്കര ടേസ്റ്റ് മുരിങ്ങയില. നല്ലോണം ഉള്ളിയും വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് അയ്യാൻ എരിവുണ്ട്, ചൂടുണ്ട്, പുഴുക്കണം. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഉഷാറില്ല എന്നിട്ട് കമൻസ് ഉണ്ട്. ചൂട് കാരണം കൊണ്ടായിരിക്കും. എനിക്കേ ഇപ്പോൾ നമ്മൾ രാവിലെ വീഡിയോ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഷോപ്പിലേക്ക് പോകും. വീഡിയോ ഷൂട്ടിങ് രാവിലെ ഷൂട്ടിംഗ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പണികൾ കഴിഞ്ഞാൽ വേഗം പോവും. പിന്നെ വൈകുന്നേരം വരെ അവിടെ AC ഇരുന്നിട്ടേ ഷോപ്പിൻ്റെ ഉള്ളിൽ എനിക്കിപ്പോൾ തീരെ ചൂട് സഹിക്കാൻ പറ്റാണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഹൈവേയിൽ ഇറങ്ങിയിട്ട് നിൽക്കാം. അപ്പോൾ ആ ചേട്ടൻ എന്നോട് പറയാം, അങ്ങനെയാണെങ്കിൽ ഹൈവേയിൽ ഇറങ്ങി നിന്നോളാം. എന്തിനാ, വണ്ടി ഇടിച്ച് ആവാനാണോ? അത് ചൂട് ഇടയ്ക്കിടയ്ക്ക് കൊള്ളാം. അല്ല, അവിടെ നാളെ ഒരു പെൺകുട്ടി ക്രോസ് ചെയ്യുമ്പോൾ മരിച്ചു ഹൈവേയിൽ. ചേട്ടാ നിനക്ക് വേറെ പണി തരാൻ വെറുതെ ഇരിക്കല്ലേ. എന്തൊരു പണി? ഞാൻ നാളെ അരയ്ക്കാൻ പോവാ. അതുകൊണ്ടേ ആ ചൂടിൻ്റെ ആ ഒരു സംഭവമാണ് നമ്മൾക്ക് ഇങ്ങനെ നമ്മൾ നല്ല കംഫർട്ടബിളായിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴല്ലേ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് റിയാക്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. കുളമ്പ് മാമ്പഴം ചെത്തിക്കുകയാണെങ്കിൽ അതാണോ പണി? ഞാൻ ചെത്താം. അപ്പോൾ അരയ്ക്കാൻ പോണ്ടേ? അരയ്ക്കാനായിട്ട് ഇപ്പോൾ മിക്സിയിൽ അകത്ത് അരച്ചിട്ട് വന്നാൽ പോരെ, അമ്മീം അരയ്ക്കണ്ടല്ലോ. കുളമ്പ് മാമ്പഴം എപ്പോഴും കിട്ടുന്നതാണല്ലോ. കഴിയാറായി വീട്ടിലത്തെ, ചിലപ്പോൾ ലാസ്റ്റത്തെ പോവും. അതിൽ കൂടെ പോണവരൊക്കെ ഞങ്ങളുടെ മുറ്റത്തൊന്ന് കയറി പരിശോധിച്ചിട്ട് പോവുക. ഇങ്ങനെ വീഴണ ഭാഗാട്ടെ, വീണ് തഞ്ഞ ഭാഗ, കറുത്തിരിക്കണ കേടല്ല. എന്നിട്ട് തൊലിക്ക് കയ്പുണ്ട്, അതുകൊണ്ടാണ് പുഴുക്കൾ വരാത്ത. അല്ലെങ്കിൽ ദൈവത്തിന് തോന്നിയിട്ടുണ്ടാവും ഇത്രയും നല്ല ടേസ്റ്റ് ഞാൻ ഇതിന് കൊടുത്തിട്ട് ആൾക്കാർക്ക് തിന്നാൻ പറ്റില്ല, പുഴു കുത്തും, അത് കാരണം തൊലിക്ക് കയ്പ് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും. ഇതൊക്കെ ഈ കുളമ്പ് മാമ്പഴമൊന്നും ശരിക്കും ഇത് ഈ സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെ കിട്ടില്ല അല്ലേ? ഇല്ല, വാങ്ങാതെ ഉള്ളവർ കൊടുക്കില്ല എന്ന് തോന്നുന്നുണ്ട്. അവർ ആ വീട്ടുകാരനത് പൊട്ടിച്ച് പഴുപ്പിച്ച് തിന്നും. നമ്മുടെ ഇവിടെ വെച്ചിട്ടുണ്ട്, ഉണ്ടായി പൂത്തിട്ടില്ല ഇതുവരെ വീട്ടിലതുപോലെ. ഇതൊന്നും നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അത് വലുതായി കൊണ്ടിരിക്കണം. ഗ്രാഫ്റ്റ് ചെയ്യേണ്ടി വരും അവിടെ നിന്ന് ഒരു കൊമ്പ് കൊണ്ടുവന്നിട്ട്. അതിൻ്റെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തൊക്കെ ഉണങ്ങിപ്പോയി. അത് അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഗ്രാഫ്റ്റ് അല്ല ഇത്, അറിയാവുന്നവരെ കൊണ്ട് ഇവിടെ ഒരു മുറിക്ക് ഇവിടെ അതിലേക്ക് എത്തിക്കരുത്. അതൊക്കെ ഇടല്ല, നോക്കിൻ്റെ ഉള്ളിൽ വല്ല കുഴപ്പമുണ്ടോന്ന്. അവിടെ ഒരു മുറിച്ചോ കണ്ടാ, ഇതിങ്ങനെ കിട്ടണം. ഇതൊക്കെയാണ് സ്വർഗത്തിലെ പഴം എന്ന് പറയുന്നത്. മാമ്പഴം എന്ന് പറയാൻ കാണിക്കുമ്പം സന്ദേശത്തിൽ ദിലീപ്, ഈ സിദ്ദിഖ് കർഷകനാണ്, അല്ല മറ്റേ ഈ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥനാണല്ലോ, ആൾക്ക് മാമ്പഴം കൊണ്ട് ആളിത് കഴിച്ചിട്ട് പറയും. ഇത് ചുങ്കത്തൈ എന്ന് പറഞ്ഞാൽ ഒരിനം മാമ്പഴമാണ് തമിഴ്നാട്ടിൽ കിട്ടുന്നത്. എനിക്ക് എപ്പോഴും മാമ്പഴം തിന്നുമ്പോൾ ഓർമ്മ, അയ്യോ നമ്മളെ മുരിങ്ങയില സെറ്റതിൻ്റെ മതി. ഞാൻ തീയതിയും കത്തി കണ്ട കറക്കാം.
ചേട്ടാ നമ്മുടെ മുരിങ്ങര എടുക്കുകയാണ് കേട്ടാ. ഇത് ഇതിൽ വെക്കില്ല, ഈ ഇരുമ്പിൻ്റെ ചീറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ആൾ ഒരു ഡാർക്ക് കളർ വരും. അങ്ങനെ ആരോഗ്യദായകമായ ഇതൊരു വെളിച്ചെണ്ണയൊക്കെ കൂടുതൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് ആരോഗ്യം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ രുചിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഇത്രയ്ക്ക് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിനനുസരിച്ച് എടുത്താൽ മതി. അടിപൊളി ഇവിടെ മുരിങ്ങയില ഇത് ചോറിനൊപ്പം നമുക്ക് അതിൻ്റെ ഒപ്പം കഴിക്കാം. ഞാനേ നാളേരം മിക്സിയിൽ അരച്ചിട്ട് വരാം. ഇത്ര നാളേരം അരയ്ക്കണുള്ളൂ. ഇത് എടുത്തേക്കും. അമ്മീം അരയ്ക്കുമെന്ന് വിചാരിച്ചേ, ഞാൻ വിചാരിച്ചിട്ടില്ലേ. വെയിലുണ്ട് ഇവിടെ. എനിക്കറിയാം നല്ല ചൂട്, ഇവിടെ അരയ്ക്കാൻ പറ്റില്ല എന്നറിയാം ഈ സമയത്ത്. അപ്പോൾ ഇത് ഞാൻ അരച്ചിട്ട് വരാം കേട്ടോ. ബാക്കിയുള്ള എടുത്തേക്കും. നാളികേരം അരച്ച് കൊണന്നു. നമ്മുടെ കൂട്ടാൻ ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് ചേർക്കാം. അതിലത്തെ മാങ്ങയും ചക്കക്കൂരൊക്കെ വെന്തൂട്ടാ. അപ്പോൾ അതിലേക്ക് ചേർക്കാം. ഇത് വലിയ സംഭവമുള്ള കൂട്ടാനൊന്നുമല്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ടാവില്ല സാധനം. കഴിച്ചു നോക്ക് ചേട്ടാ. കഴിക്കില്ലേ? ഞാൻ കഴിക്കും. ചക്കക്കൂര് കഴിക്കില്ലേ എന്നുള്ളോ? നീ തിളയ്ക്കാൻ വേണ്ടല്ലേ? കണ്ടില്ലേ അന്നും വെള്ളം ഒഴിക്കണം. ചക്കക്കുരു ഇട്ട് കണ്ട സ്ഥിതിക്ക് ഇനി ചേട്ടന് കഴിക്കാൻ പറ്റില്ല. ഇത്ര കട്ടി കൂടുതലല്ലോ. അത് തിളക്കട്ടെ ചേട്ടാ. അല്ല വെള്ളം ഒഴിക്കണേ. വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. മിക്സി ജാറ് കഴിഞ്ഞിട്ട് ഒഴിക്കണം. സ്വല്പം ഉപ്പ് ചേർത്താൽ മതി. മാമ്പഴം കൂടുതൽ ചേർത്താൽ മാമ്പഴം കൂടുതൽ കഴിച്ചാരണേ കഴിച്ചാരണം വായിക്ക് മധുരം ഉണ്ടെന്ന് സ്വല്പം ഉപ്പ് ചേർക്കണം. നാളേരം അരച്ചിട്ട് ഒഴിച്ചത് അത്യാവശ്യം നന്നായി തിളച്ചു. പിന്നെ കാച്ചാം. ഇത്ര ഉള്ളൂ ഈ കൂട്ടാൻ്റെ പണി. കണ്ട സിമ്പിളാണ്. വെളിച്ചെണ്ണ ഒഴിക്കണോ? ചോറിനാണെന്ന് വയറിലിനി. ജ്യൂസ് കഴിച്ചു, പിന്നെ മാമ്പഴം കഴിച്ചു. ചൂടാറട്ടെ, കൂട്ടാൻ കാച്ചിട്ടില്ല. കടുകിട്ടു, പച്ചമുളക്, അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ചേട്ടൻ നമ്മുടെ കൂട്ടാൻ എടുക്കാൻ പോവാണ്. ചക്കക്കൂര് സരിക്ക് തരാം. എനിക്ക് ചോറ് വേണ്ടട്ടാ. നോക്കിയെടുത്ത് മുഴുവൻ ചക്കക്കൂരു. ജഗ്ഗുവിന് കൂട്ടം ഇഷ്ടപ്പെടുമോ നോക്കാം. ജഗ്ഗുവിന് ഇഷ്ടപ്പെടും. ഇങ്ങനത്തെ കൂട്ടാനുകളൊക്കെ അവന് ഇഷ്ടമാണ്. പപ്പടം കാച്ചിയതും കൂടി ഉണ്ടെങ്കിൽ അവൻ കഴിക്കാൻ ഇഷ്ടം. അങ്ങനത്തെയൊക്കെ മാങ്ങ കഷ്ണം കലിഞ്ഞു പോയി തോന്നുന്നു. നമ്മുടെ മുരിങ്ങയില പിന്നെ ഇത് മുഴുവനായില്ല ഞാൻ കഴിക്കും. അത്ര മതിയില്ല എനിക്ക്. ചേട്ടന് എത്ര വേണമെന്ന് എന്നോട് ചോദിക്കുന്നു. ചക്കക്കൂര് നമ്മൾ ഇഷ്ടമില്ലാത്ത സാധനം പറക്കി മാറ്റി വയ്ക്കും. അല്ല മുഴുവൻ വരുന്നു കഴിക്കും ഞാൻ. ഭയങ്കര ചൂടാ. വിഷം വെറുതെ ഒന്ന് കഴിച്ചു വയ്ക്കുക. ചക്കക്കൂര് കഴിക്കാം. ഒരു മിനിറ്റ് നീക്കിക്കില്ല. ഭയങ്കര ചൂട്. ഒരു യൂട്യൂബ് ചാനൽ കാരണം കൊണ്ട് വന്ന ഓരോ ബുദ്ധിമുട്ടുകളെ ഇഷ്ടമില്ലാത്ത സാധനം കൂടി കഴിച്ച് കാണിക്കേണ്ടി വരും. ചോറിൽ ഉപ്പിടാത്ത സാധനം. ഉപ്പ് വേണോ? രസമുണ്ട്. ഉണക്കമീൻ വറുത്തും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാവും ഇല്ലേ? മുരിങ്ങല സൂപ്പർ. അതെ ചക്കൂര് കഴിക്കണം കേട്ടോ. ഞാൻ ഈ ചക്കൂര് വെന്തിട്ടില്ലേ ശരിക്കും? ഞാൻ നേരത്തെ എടുത്തു നോക്കി ചക്കൂര് എന്തുണ്ടായിരുന്നു. എടുത്ത് വായിലിട്. ഉടക്കണ്ട, നേരെ വായിലിട്. എന്തിട്ടില്ലേ? എന്തുണ്ട്? രസമുണ്ട്, നല്ല മുറുക്കുണ്ട്. പാവുണ്ട് ചേട്ടൻ. മുരിങ്ങര കൂടി കഴിക്കട്ടെ. മുരിങ്ങരയും ചക്കൂരുണ്ട്. കണ്ടാ ഇതേണ്ട വെന്തുണ്ടല്ലോ ചക്കൂരു. വെന്തുണ്ട്. നല്ല കൂടാനാടാ, തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ ചൊടിക്കായിട്ട് നമുക്ക് ഈ ഉണക്കമീൻ അച്ചാർ വേണം. അല്ല അങ്ങനത്തെ സാധനങ്ങൾ പപ്പടം അച്ചാർ. ഇവിടെ അച്ചാർ ഇരിക്കുന്നുണ്ട്. സൂപ്പർ അച്ചാർ. അമ്മ ഉണ്ടാക്കിയിട്ടുള്ള നെല്ലിക്കച്ചാർ. അമ്മ നെല്ലിക്കച്ചാർ ഉണ്ടാക്കണത് ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ അമ്മ. ഞാൻ മുരിങ്ങലും കൂടി കഴിക്കട്ടെ. അടിപൊളി കൂട്ടാട്ടാ.
വളരെ എളുപ്പത്തിൽ വയ്ക്കാൻ സാധനമാണ് ഇവിടെ മേമ്പൊടിക്ക് ചേട്ടൻ ഈ കൂട്ടാൻ വെക്കണതിൻ്റെ ഇടയിൽ ഓടിപ്പോയി മുരിങ്ങേരെല്ലാം ആക്കിയത് എനിക്ക് അപ്പോഴേ മനസ്സിലായി. ഈ കൂട്ടാൻ ചേട്ടന് ഇഷ്ടമില്ലാത്ത കാരണം എന്തിട്ട് പറയാൻ വന്ന പോലെ. അല്ല മുരിങ്ങയില കൂടി കഴിക്കുമ്പോൾ അടിപൊളിയാന്ന് പറയാം. ഇതങ്ങനെ എങ്ങനെ കഴിക്കാം. ചക്കക്കുരുവിനോട് എനിക്ക് അത്ര പ്രതിപത്തിയില്ലാത്ത കാരണം അതിനെ കാണുമ്പോൾ കുറ്റം പറയുന്നതല്ല, വേറെ ഒന്നുമില്ല. ഞാൻ ആട്ടിറച്ചി കഴിക്കില്ലല്ലോ, അത് ചാട്ടിറച്ചി മോശമാണോ? ഞാൻ ഒന്നും പറഞ്ഞില്ല. അല്ല പക്ഷെ അതാ നല്ലതാണ്. മുരിങ്ങയിലെന്നൊരു പൊട്ട് എടുത്ത് വെച്ച് വെക്കോ, കുറച്ച് കഴിക്കാം. ചോറിന് കഴിച്ചാൽ ഇനി മതി കേട്ടോ, നിർത്താം. അപ്പം നിങ്ങളൊക്കെ ചക്കൂര് കിട്ടുന്നവരൊക്കെ ഈ കൂട്ടാൻ വെച്ച് നോക്കാം. തൃശ്ശൂരാരെന്ന് ഇപ്പം പറയുന്നത് ചക്കക്കുരു വാങ്ങി എല്ലാവരും വെക്കുന്നുണ്ടാവും. വെക്കുന്നുണ്ടാവും. ചിലവരാണെങ്കിൽ നാളികേരത്തിയോട് ജീരകവും ചുമന്നുള്ളിയൊക്കെ അരച്ച് ചേർക്കും. അപ്പോൾ നിർത്താം. അടുത്ത വീഡിയോ കാണാൻ നന്ദി, നമസ്കാരം കേട്ടോ.